ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ്. ഇത് രണ്ടെണ്ണം. ഇത് നമ്മൾ സാധാരണ ചെയ്യാറ് ഒരു ബ്രീഡിങ് കഴിയുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതുകൂട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് വെളി വെച്ചാണ്. അപ്പോൾ എൻ്റെ മടി കാരണം ഇത് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ വെളിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നേറ്റീവായിട്ട് ഈ മണ്ണാത്തിപ്പുള്ളില്ലേ, അത് ഇതിനകത്ത് കയറി എഗ്ഗ് ചെയ്ത് ബ്രീഡായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. എനിക്കൊന്ന് ഒരു 3-4 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇതുവഴി നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാവേ. ഇവർ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നോക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് സാധനം മനസ്സിലാവും എത്രത്തോളം സൈസ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 3 കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. 3 കുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ 3 എണ്ണം സർവൈവ് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇവരൊരു 5-6 എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഫ്രിക്കൻ ലോബേഡ്സിനെ പോലല്ല. ആഫ്രിക്കൻ ലോബേഡ്സ് നമ്മുടെ നോർമൽ ബഡ്ജീസൊക്കെ ഒരു 20-30 ദിവസം കൊണ്ടൊക്കെയാണ് കുഞ്ഞുങ്ങൾ വളർന്ന് നെസ്റ്റ് ഔട്ട് ആവുന്നത്. പക്ഷേ ഇവരങ്ങനെയൊന്നും ഇല്ല. ഇവരെനിക്കൊന്ന് 1-1.5 ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. എനിക്കൊന്നൊരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ നെസ്റ്റ് ഔട്ട് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ ഇമേജ് ഞാൻ താഴെ കാണിക്കാം. ഈ കാണുന്നതാണ്. അപ്പം ഇത് നിങ്ങളുടെ അടുത്ത് ഈ ബേഡിൻ്റെ പേരെന്താണെന്ന് നോക്കിയിട്ടൊന്ന് പറയണേ. ഇതാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബ്രീഡായിരിക്കുന്നത്. 2-3 തവണ ഇപ്പോൾ നമ്മുടെ ഇത് കൂട്ട് തന്നെ ഈ ആഫ്രിക്കൻ്റെ ബ്രീഡിംഗ് ബോക്സ് ഇവിടെ ബ്രീഡായിട്ടുണ്ട് ഇപ്പോൾ.